ഹലോ ഗേസ്, ഇന്ന് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയാൽ ഒരു 3-4 പ്ലേറ്റ് ചോറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കിയാലോ. 3-4 പ്ലേറ്റിനുള്ള ചോറൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ചോറേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഉള്ള ചോറ് വെച്ച് നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നമ്മളൊരു ചട്ടി വെച്ചിട്ടോ, ഏത് ചട്ടിയാലും കുഴപ്പമില്ല, അങ്ങോട്ട് വെച്ചോളി. പിന്നെ നമ്മൾ വെളുത്തുള്ളി, തക്കാളി, വറ്റൽമുളക്, വെല്ലുള്ളി ഇതൊക്കെയാണ് കേട്ടോ ഇതിന് വേണ്ടത്. ആദ്യം വെളുത്തുള്ളി ഒറ്റയ്ക്കൊന്ന് വറുത്തെടുക്കുക, പിന്നെ വെല്ലുള്ളി ഒറ്റയ്ക്കൊന്ന് വറുത്തെടുക്കുക, പിന്നെ നമ്മൾ വറ്റൽമുളക് ഒറ്റയ്ക്കൊന്ന് വറുത്തെടുക്കുക. എല്ലാവരും ഒറ്റയ്ക്കാണ്ട് വറുത്തോളി. പിന്നെ തക്കാളി വറുക്കണം കേട്ടോ. ചെറിയ ചീറ്റലും പൊട്ടലൊക്കെ ഉള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. ആരെ കൈയും പൊള്ളിക്കരുത്. കാരണം എൻ്റെ കൈ 2-3 വട്ടം പൊള്ളി. അതുകൊണ്ടാണ് കേട്ടോ. സൂക്ഷിക്കണേ. കാണുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട കേട്ടോ. പക്ഷെ ഇതിൻ്റെ അവസാനം ഒരു കിഡിലെ റിസൾട്ട് നമുക്ക് വരാൻ പോണത്. അങ്ങനെ വറ്റൽമുളകും വറുത്ത്, തക്കാളി വറുത്ത്, ഉള്ളി വറുത്ത്, വെളുത്തുള്ളി വറുത്ത്, ഇനി നമുക്ക് നമ്മളെ മെയിൻ ഐറ്റം വരാണ്ട് എന്താണെന്നല്ലേ, പപ്പടം. അതെ, പപ്പടം കൂടി വേണം. ഒരു 3 പപ്പടം വറുത്തെടുത്തുട്ടോ ഞങ്ങൾ. പരിപാടി അവസാനിച്ചിട്ടില്ല, വരുന്നേ ഉള്ളൂ. വഴിയെ കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നതും ഉണ്ടാക്കുന്നതും. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. കാരണം ഉണ്ടാക്കാത്തവരും കൂടി ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മളെ കല്ലെടുത്തിട്ട് ഇങ്ങനെ ചതച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചതച്ചെടുത്തോളി. പിന്നെ അതിന് വേറൊരു ഗുണം കൂടി ഉണ്ടോ. കറി ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് നമുക്ക് പറ്റിയ സാധനമാണ് ഇട്ടത്. പിന്നെ നമ്മൾ ബാക്കി വന്ന കുറച്ച് എണ്ണ ഉണ്ട്, അതും കൂടി വെച്ചിട്ട് പപ്പടം അതിൽ വെച്ചിട്ട് നല്ലോണം അങ്ങനെ ഉടച്ച് ഇങ്ങനെ കുഴച്ച് ഇപ്പം തന്നെ 4 വെള്ളം വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ സംഭവം. ഇനി കുറച്ച് ചോറ് എടുത്തിട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ സാറേ, സ്വർഗ്ഗം കാണാം. അടിപൊളി. വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി. പിന്നെ രേണുവയ്ക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ രേണുകയും പറഞ്ഞാൽ അടിപൊളിയാണ് എന്ന്. കണ്ടോ, ഓളം മൊത്തത്തെ എക്സ്പ്രഷൻ കണ്ടില്ലേ. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. പിന്നെ ഋതുട്ടന് കൊടുത്തുട്ടോ. ഓന് വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല, കാരണം ഓൻ എന്നോട് തെറ്റി നിൽക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ.